ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മിനിസ് ട്യൂട്ടോറിയൽസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിലെ ഗ്രാറ്റുവിറ്റിയാണ്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. മിസ്റ്റർ എ ഹാസ് റിട്ടയേർഡ് ഫ്രം എ പ്രൈവറ്റ് കമ്പനി ഓൺ November 30th, 2023. He was working since 1st March 1997. He received ₹10 lakhs as gratuity. His salary grade was 20,000, 400, 32,000, 800, then 60,000. Since 1st March 2012. He was also getting DA at the rate of 25% of basic salary. Calculate his exempted gratuity. If he comes under Gratuity Act, then if he does not come under Gratuity Act, രണ്ട് circumstances ആണ് പറഞ്ഞിരിക്കുന്നത്. comes under the Gratuity Act, then does not comes under Gratuity Act. comes under Gratuity Act എന്ന് പറയുമ്പോൾ salary include DA. പക്ഷേ does not come under Gratuity Act എന്ന് പറയുമ്പോൾ DA നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി ഇവിടെ സാലറിയാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് സാലറി ഗ്രേഡ് പറഞ്ഞിരിക്കുന്നത്? 20,400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്റ്റാർട്ടിങ് സാലറി 20,000 ആണ്. ഓരോ വർഷവും ആനുവൽ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് 400 ആണ്. അത് എന്നുവരെ 32,000 എത്തുന്നത് വരെ. ദെൻ 32,000 എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ആനുവൽ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് 800 rupees ആണ്. എന്നിട്ട് അപ് ടു 60,000. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റർ എ എന്ന് പറയുന്ന എംപ്ലോയിയുടെ സാലറി November 30, 2023 വരുന്നത് 24,400 ആണ്. 24,400. അപ്പം നമ്മളിങ്ങനെ എഴുതി നോക്കണം. 20,000, 20,400, 20,800 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ November 30th, 2023 ഇയാളുടെ സാലറി എന്ന് പറയുന്നത് 20,400 ആണ്. അപ്പം നമ്മൾക്ക് ഒരു മാസത്തെ സാലറിയാണ് വേണ്ടത്. ഏത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? കംസ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട്, എക്സംപ്റ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? 15 days സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് പാർട്ട് thereof in excess of 6 months. അപ്പോൾ 6 മാസത്തിനേക്കാളും കൂടുതലാണ് എങ്കിൽ അയാളുടെ സർവീസ് 6 monthsനേക്കാളും കൂടുതലാണെങ്കിൽ അതൊരു 1 year ആയിട്ട് കണക്കാക്കണം. ഇവിടെ നമ്പർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് 27 ആണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ. നമ്പർ ഓഫ് സർവീസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ് സർവീസ് എന്ന് പറയുന്നത് 27 ആണ്. ഏതിലെ? കംസ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട്. നമുക്ക് കണ്ടീഷൻസ് എഴുതാം. ഫസ്റ്റ് ഒന്നാമത്തേത്, ദ എംപ്ലോയി കംസ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട്. കംസ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട്. ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. Actual gratuity received, that is 10 lakhs. Then second one, statutory limit. Statutory limit, that is 20 lakhs. Then third one, 15 days salary. 15 days salary for each year of completed service. Salary. ഇവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി മീൻസ്
ബേസിക് സാലറി പ്ലസ് DA. ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 24,400. അപ്പോൾ ഇങ്ങനെ ഒരു സാലറിയുടെ ഗ്രേഡ് തരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതി നോക്കണം, എത്രയാണോ അയാളുടെ സാലറി എന്ന് നമ്മൾ എഴുതി നോക്കുമ്പോൾ സാലറി എന്ന് പറയുന്നത് 24,400 ആണ്. ഇനി DA എന്ന് പറയുന്നതോ, DA 25% ഓഫ് ബേസിക് സാലറി. അപ്പോൾ 25, അപ്പോൾ എത്ര വരും? 24,400 പ്ലസ് 6,100. We get 30,500. ഇനി ആവറേജ് സാലറി എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 15 days സാലറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 30,500 ഡിവൈഡഡ് ബൈ 26. നമ്പർ ഓഫ് ഡേയ്സ് ഒരു മന്തിൽ 1 month 26 എന്നുള്ള അസംഷനിൽ ഇൻറ്റു 15 ഇൻറ്റു 27. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ എമൗണ്ട് ബിക്കംസ് 4,75,096. 30,500 സാലറി, 24,400 പ്ലസ് DA 6,100. അപ്പോൾ സാലറി എന്ന് പറയുന്നത് 30,500. ഫോർ നമ്പർ ഓഫ് ഡേയ്സ് 26. അപ്പോൾ ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 15 days ആണ് വേണ്ടത്, ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ദാറ്റ് ഈസ് 27. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദ ഫിഗർ ബിക്കംസ് 4,75,096. അപ്പോൾ 3 ഫിഗേഴ്സ് കിട്ടി. ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 10 lakhs, statutory limit 20 lakhs, then 15 days salary for each completed year of service 4,75,096. ഇതിൽ ലീസ്റ്റ് ഏതാണോ that amount is exempt. അപ്പോൾ exempted gratuity is equal to 4,75,096. ഇനി രണ്ടാമത്തേത്, if the employee does not come under the Gratuity Act, does not comes under Gratuity Act. ഗ്രാറ്റുവിറ്റി ആക്ട്. അതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ദാറ്റ് ഈസ് 10 lakhs. Then second one is statutory limit. Statutory limit 20 lakhs. Then മൂന്നാമത്തേത് half months salary for each completed year of service. ഇവിടെ നമ്മൾ ആദ്യത്തേല് കംസ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ടിലെ 26 years ആണ് കംപ്ലീറ്റഡ് ഇയർ വരുന്നത്. ബാക്കി മന്ത്സ് ആണ് 10 months, 9 months വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 9 months 10 months വരും. അപ്പോൾ 6 monthsനേക്കാളും കൂടുതലായ കാരണമാണ് അവിടെ 27 ആയിട്ട് വന്നത്. ഇവിടെ ഹാഫ് മന്ത്സ് സാലറി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് മീൻസ് 26 ആണ് കേട്ടോ. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 26. ഇനി സാലറി എങ്ങനെയായിരിക്കും എടുക്കേണ്ടത്? 24,400 ഇൻറ്റു 9. ഇങ്ങനെ 9 വന്നത് ഫസ്റ്റ് മാർച്ച് തൊട്ട് നവംബറിന് തൊട്ട് മുൻപുള്ളത്. അപ്പോൾ ഒക്ടോബർ, അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 9 മാസം. അപ്പോൾ 24,400 ഇൻറ്റു 9 വി ഗെറ്റ് 2,19,600.
2,19,600. ഇനി സാലറിയുടെ അത് സ്റ്റെപ്സ് നമ്മൾ എഴുതുമ്പോൾ എത്രയായിരിക്കും സാലറി വരുന്നത്? 24,000 into 1, that is 2,43,600. 2,43,600. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ 10 months സാലറിയാണ്. അപ്പോൾ ഒരു മാസത്തെ സാലറി, ദാറ്റ് ഈസ് ആവറേജ് സാലറി. ആവറേജ് സാലറി ഈസ് ഈക്വൽ ടു 2,43,600 ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് 24,360. ഇനി ഇതിൻ്റെ ഹാഫ് മന്ത്സ് സാലറി. ഹാഫ് മന്ത്സ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,360 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 12,180. 12,180 for each completed year of service. That is 12,180 into 26. That is equal to 3,16,680. 3,16,680. ഇവിടെ നമ്മൾ ഡി എ കൺസിഡർ ചെയ്യില്ല. ഇഫ് ദ എംപ്ലോയി ഡസ് നോട്ട് കംസ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്റ്റിൽ നമ്മൾ ഡി എ കൺസിഡർ ചെയ്യില്ല. കം അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്റ്റിലാണ് നമ്മൾ ഡി എ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3,16,680. ഇനി ഇതിൽ ഏതാണോ ലീസ്റ്റ്, ഫസ്റ്റ് 10 lakhs, ദെൻ 20 lakhs, ദെൻ 3,16,680. ഇതിലേതാണോ ലീസ്റ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത്? അപ്പോൾ എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി is equal to 3,16,680. ഇങ്ങനെയാണ് ഒരു എംപ്ലോയി കംസ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്റ്റും ഇഫ് ഹി ഡസ് നോട്ട് കംസ് അണ്ടർ ദ ഗ്രാറ്റുവിറ്റി ആക്ട് പ്രകാരം എക്സംപ്റ്റഡ് ഗ്രാറ്റുവിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ സാലറി ഗ്രേഡ് വരുമ്പോൾ എങ്ങനെയാണ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ ഓരോ വർഷത്തെയും ഇൻക്രിമെൻ്റ് ഇങ്ങനെ എഴുതി നമ്മൾ നോക്കണം കേട്ടോ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.